ഹായ് ഗൈസ്. അപ്പൊ സുശി, നമ്മളെങ്ങോട്ടൊക്കെ പോകുന്നത്? വട്ടവട. നമ്മൾ എവിടെ പോയതാ ഇപ്പൊ? കോട്ടക്കണ്ടിയിലെ കുട്ടിയുടെ പിറന്നാളിന് ഫസ്റ്റ് ബർത്ത്ഡേ. എന്നിട്ട് നമ്മളവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഇപ്പം ആരെ വട്ടവട പോവാന്ന് പറഞ്ഞു. അങ്ങനത്തോളം നയിച്ചോളണം, ഓടിച്ചോളണം വണ്ടി കേട്ടാ. ഒരു മൊന്നും കൂടി ഇട്ടേക്കില്ലേ സന്ദീപേ, എനിക്കൊന്ന് നാളെ പണിക്ക് കൊണ്ടേടാ. വട്ടവട പണി എല്ലാരും കളവെല്ലാം പറഞ്ഞിട്ട് ലീവെല്ലാം എടുത്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് നാളെയോ മറ്റന്നാളോ ലീവ് തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മള് നേരെ എറണാകുളത്ത് പോയി. എറണാകുളത്തുനിന്ന് അളിയനെ കൂട്ടാറുണ്ട്. അളിയനെയും കൂട്ടിയിട്ട് നേരെ വട്ടവട. മാഹിയിലെ അവസ്ഥ ഉണ്ടാ, തിരക്ക് ഒരു തിരക്കൂല. പമ്പക്കേറ്റ് കണ്ണൂർക്കാർക്കെല്ലാം കോഴിക്കോട് ഭാഗത്തേക്ക് ട്രിപ്പ് വരുന്ന സമയത്ത് ഏറ്റവും ലാഭം എന്ന് പറയുന്നത് മാഹിന്ന് ഫുൾ ടാങ്ക് എണ്ണയടിക്കണം. ഇന്ന് മാഹിയിൽ 81 രൂപ 86 പൈസ ഫുൾ ടാങ്ക് അല്ലേ. കുത്തി അടിക്കുന്നുണ്ട്. ഇപ്പം 45 ലിറ്റർ അടിച്ച് ഉലുക്കിയടിയാ. മാഹിന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ വിടുകയാണ് വട്ടവടയിലേക്ക്. 704 കിലോമീറ്റർ ഓടാനുള്ള എണ്ണ ആയിട്ടുണ്ട്. നമ്മള് ഇപ്പം ഹൈവേയിലേക്ക് കയറി മാഹിയും. നമ്മളിവിടെ എത്തിയത് ഇപ്പോ ഏകദേശം ഒരു മണിക്കൂർ എടുത്തായില്ലേ ബ്ലോക്ക് കുടുങ്ങിയിട്ട്. ഇപ്പം ഇവിടെ കുറച്ച് പണി തീർന്നിട്ടുണ്ടല്ലേ. നല്ല റോഡ് എന്ന് പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ അപ്പത്ത് മോശം റോഡായിരിക്കും. ഇപ്പം രാത്രി 12 മണി 12:30. നമ്മളിപ്പം കൊയിലാണ്ടി കഴിഞ്ഞതേ ഉള്ളൂ. ഭയങ്കര ബ്ലോക്കാണ്. ഇനി എപ്പോഴാണ് കൊച്ചി എത്തി അവിടുന്ന് വട്ടവടയിലേക്ക് എത്തുമെന്നറിയില്ല. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ജാതി ബ്ലോക്ക്. എന്താ രണ്ടെണ്ണം കൂടെ ഡ്രൈവ് ചെയ്ത് ക്ഷീണം പിടിച്ചിട്ട് ചായ പിടിക്കുന്ന രണ്ടെണ്ണം. ആൻ്റെ എന്തുണ്ട് ഇത്ര വരെ ഓടിച്ചിട്ട്? ഇനി ഞാൻ ഓടിക്കണല്ലേ? സന്ധ്യ ഓടിക്കൂലേ നീ? ആയിക്കോട്ടെ. സുശിയാണല്ലോ ഉറക്കാൻ വേണ്ടിയത്. നമ്മളിപ്പം കൊച്ചിയിലെത്തി. ഫ്ലാറ്റിൻ്റെ പുറത്ത് വേറൊരു പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഇപ്പോൾ സമയം 5:30. ഭയങ്കര ബ്ലോക്കായിരുന്നു മൊത്തത്തിൽ. ഇവിടെ എല്ലാവരും വണ്ടിയിൽ, ബാക്കി എല്ലാവരും കിടക്കുന്നു, ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. രാവിലെ എത്തിനി. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചു. സിസ്റ്ററെല്ലാം മേലെയുണ്ട്. അളിയൻ ജോയിൻ ചെയ്തു നമ്മളിവിടെ. സുശി, നമ്മളെ യാത്ര ഇപ്പം എങ്ങനെയാ? അടിപൊളി, മഴയൊന്നുമില്ല, ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമില്ല ഒരു കാലാവസ്ഥ. പോകുന്ന റൂട്ടിന്റെ പ്രത്യേകത എന്താ? റൂട്ട് നല്ല റൂട്ടല്ലേ, അടിപൊളി റൂട്ടല്ലേ. അതായത് പരമ്പരാഗതമായിട്ട് നീ പോകുന്ന രീതിയിൽ പോകുന്ന റൂട്ടല്ലാണ്ട് നമ്മളെങ്ങനെയാ മാറ്റി പിടിച്ചത്? എങ്ങനെയാ മാറ്റി പിടിച്ച് നമ്മള് പിന്നെ കോതമംഗലം വഴി പിന്നെ മാമലക്കണ്ടം സ്കൂളെല്ലാം കണ്ട്, നല്ല വീഡിയോയെല്ലാം കണ്ടിട്ടില്ലേ, റീൽസെല്ലാം ഒരുപാട് കണ്ടിട്ടില്ലേ? ആ സ്കൂളെല്ലാം കണ്ട് പിന്നെ ആ വഴി വട്ടവട പിടിക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടത്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല മാമലക്കട്ട സ്കൂളിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇനി ഏകദേശം ഒരു 15 കിലോമീറ്റർ. കുട്ടമ്പുഴന്നല്ലേ നമ്മള് ഡൈവേഷൻ എടുത്ത മാമലക്കണ്ടത്തേക്കല്ലേ? നല്ല കോടയാ, കോട. ഇപ്പൊ ചെറിയൊരു ഓഫ് റോഡ് പോലെ ഉണ്ടല്ലേ? ഒരു വണ്ടിക്ക് കറക്റ്റ് പോയിന്റില് ഇതേ ഉള്ളൂ അല്ലേ ഓഫ് റോഡ്?
മാമലക്കണ്ടം സ്കൂളിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ടുള്ള ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുപ്പും പരിപാടിയെല്ലാം തന്നെ. ഇതൊരു നല്ല രസമുള്ളൊരു വൈബ്. ഇല്ല, ഓഫ് റോഡ് വണ്ടിയൊന്നും വേണമെന്നൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് വരാം, ആൾട്ടോ ഒക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഏറുമാടൊക്കെ ഉണ്ട്. വണ്ടി ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ വണ്ടി ഉണ്ടോ, അടിപൊളിയല്ലേ? ഇതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാ. ഇതാ ആനപ്പണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ ആനപ്പണ്ടാ. നമുക്ക് നടക്കാം, അന്റെ പോവാ, ഇറങ്ങണ്ട. കാടിലൂടെ ആനന്ദിന്റെ സാഹസികമായ യാത്രയാണ്. പക്ഷെ ആനന്ദ് ഡ്രൈവ് ചെയ്യുമ്പം പക്ഷെ പുറകിലിരിക്കുന്ന ആളെ ബുദ്ധിമുട്ട് കണ്ട, ഭയങ്കര റിസ്ക് ആയിട്ട് പുറകിലിരിക്കണം. എന്നാലേ അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് നല്ല ഇതിൽ ഡ്രൈവ് ചെയ്യാണ്. ഇപ്പൊ ബാക്കിലിരുന്നവർക്ക് കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് ചെയ്യുന്ന ആ ഒരു മനസ്സ് അതില്ല. ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പാവ സുശീനെ കണ്ട ഇറക്കിയത് വെടി വെച്ചോണ്ടാവും. കുറച്ച് പോലെ എക്സ്പേർട്ടിനെ ആവുള്ളൂ. ജിയോക്ക് റേഞ്ച് ഉണ്ടല്ലോ, വോഡഫോൺ ഇല്ല. വോഡഫോൺ ഡെഡായിനി. മാമലക്കണ്ട റൂട്ടിൽ വളരെ ഫേമസ് ആയിട്ടില്ല ആനക്കട റെസ്റ്റോറൻറ്റ്. ഇതാ അവിടെ കയറി എന്താ ഓർഡർ ചെയ്ത? പിടിയാ? ഓക്കെ. ചേട്ടാ ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ഇന്നത്തെ സ്പെഷ്യൽ പിടിയും കോഴിയാണ്. കോഴിയാണ് അല്ലേ? പിന്നെ കപ്പ ബിരിയാണി. ഇന്ന് വണ്ടികളൊക്കെ കുറവാ. പിടി എങ്ങനെയുണ്ട്? ഒരു പിടിയും ബീഫും. പിടിയും ബലിയാണ്. ബീഫും ഒരു പ്ലേറ്റ് കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റ്. ആ ഫെൻസിങ് ഇത് വൈകുന്നേരം ആകുമ്പോൾ ഓണാക്കിയിടും. നമ്മൾ മാമലക്കണ്ടം സ്കൂളിൻ്റെ മുന്നിലെത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇപ്പം സ്കൂള് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല തിരക്കാണ്, ആൾക്കാരുടെ ഒഴുക്കാണ്. ജീപ്പ് സഫാരിക്ക് വേണ്ട വണ്ടികൾ ഇവിടെയുണ്ട്. കുറേ റൈഡേഴ്സ്
അടിപൊളി വൈബാണ്. ഈ സ്കൂളിൽ പഠിക്കണം തോന്നുന്നുണ്ട് ഇപ്പം. അടിപൊളി. ശനിയാഴ്ച ഇന്ന് സ്കൂൾ വർക്കിംഗ് ഡേ അല്ല, പക്ഷേ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. അവിടെ ഒരു ഐസ്ക്രീം കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ടുള്ള ജീപ്പും സഫാരിയും കാര്യങ്ങളൊക്കെ. ഒരു റൈഡർ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. പ്രണയമാണ് യാത്രയോട് ആ ഗ്രൂപ്പ്. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗൺ കഴിഞ്ഞിട്ട് ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. കുറച്ച് ലേറ്റായി പോയി. ടീം നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയിട്ടില്ല, സമയമില്ല. അതുകൊണ്ട് നേരെ ഞങ്ങൾ വട്ടവട പിടിക്കുകയാണ്. ഇതാ കാണുന്നത് ഗ്യാപ്പ് റോഡാണ്. അടിപൊളി, നല്ല തണുപ്പുണ്ട്. ടെമ്പറേച്ചർ നോക്കുമ്പോൾ 24 കാണിക്കുന്നു. ഫോട്ടോ പോയിന്റ് എത്തി. നല്ല കോടാണ്. തിരക്കേ ഇല്ല കേട്ടോ മൂന്നാറിൽ. വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ഇതായതുകൊണ്ട് സ്കൂളൊക്കെ തുറന്നിട്ട്. ചായ കുടിച്ചാലോ? ഇവിടെ കണ്ടോ ഫോട്ടോ പോയിന്റ്. ഇവിടെ എല്ലാം നല്ല തിരക്കായിട്ട് കിടക്കുന്നതാണ്, ആരുമില്ല. മൂന്നാറിന്റെ പച്ചപ്പും വാഗമണിന്റെ പച്ചപ്പും ഭയങ്കര ഡിഫറെന്റ് ആവില്ല. മൂന്നാറിന് ഭംഗി കാണാൻ. തണുപ്പും കൂടി വാഗമണില് തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യില്ല, കോട മാത്രമേ ഉള്ളൂ. തണുപ്പ് ഇവിടെ തന്നെയാ. മറ്റേ ഇതാടാ സൈറ്റ് സീയിങ് ബസ് കേട്ടാ മൂന്നാറിന്റെ. ആ ഇത് ഡ്രൈവർക്ക് യൂണിഫോം ഉണ്ടല്ലോ. ഇങ്ങോട്ട് കുറച്ച് തിരക്കുണ്ടല്ലേ. അങ്ങനെ ഞങ്ങള് മാട്ടുപ്പെട്ടി ഡാമിന്റെ മുകളിലെത്തി. ഇവിടെ എപ്പോഴും ഇതേപോലെ തന്നെ തിരക്ക്. ഒരു പോലീസ് ആരുമില്ല ഇവിടെ. ഒരു ഓട്ടോക്കാരനാണ് ഇത് ഫുള്ള് നിയന്ത്രിക്കുന്നത്. നല്ല പാവം മനുഷ്യൻ. അല്ല ഇവിടെ ഓട്ടോക്കാരനിടെ പോയാ വെള്ളെല്ലാം കുറവാണല്ലോടാ. ബോട്ടിങ്ങെല്ലാം ഉണ്ടല്ലേ. വെള്ളം എന്നാലും നല്ല കുറവല്ലേ. ഇത്രയും മഴ പെയ്തിട്ട് ഇവിടെ വെള്ളം കുറവാ. ചെറിയ മഴ തോരുന്നുണ്ട് കേട്ടാ. നൂൽമഴ എത്രോട്ടം പറഞ്ഞാൽ ഇടിയല്ല ഇല്ലേ. ഒരിക്കൽ രാജപാത എന്താ പച്ചപ്പ്. ഭാഗമായിട്ട് ഇതിന്റെ എൻട്രൻസ് ആയത്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ്. ഇവിടെ ചില്ലിക്കൊമ്പന അല്ല പടയപ്പയാ ഇവിടെ ഉണ്ടാകുന്നത്. ചില്ലിക്കൊമ്പനാ തോന്നുന്നു.
ആടെ ആളുണ്ടാവില്ലേ ഈ ഭാഗത്തിൽ ഇതാ ആളുണ്ടാവില്ല അങ്ങോട്ട് പോകുന്ന നോക്കിയ ആൾക്കാരെല്ലാം ഒരുപാട് റൈഡേഴ്സ് പോകുന്നുണ്ടല്ലേ. ആനയുണ്ടാവും പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. അതിന്റെ മാസ്മരിക ഡ്രൈവിംഗ് ആണ്. ഫ്രണ്ടിലിരിക്കുന്നത് നമുക്ക് പ്രശ്നമില്ല കേട്ടാ, ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ ബുദ്ധിമുട്ടാണ്. ആ ഗേറ്റ് അടക്കും. മറ്റേ വാരി ഓടിക്കണ്ടെന്നാണ് ബാക്കിലുള്ളവര് പറയുന്നത്. ഒരു ബോർഡ് മേടിച്ച് വെച്ചിട്ട് വീട്ടിലെ മറ്റേ നമ്മളെ ഫ്ലാറ്റിന്റെ വരെ പാർക്കിംഗ് അല്ലേ, അതിന്റെ മുകളിൽ മറ്റേ ഒരു ചെറിയൊരു ഇതുണ്ട്. പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, കുറെ കൊല്ലായിട്ട് നടന്നിട്ടില്ല. പൊടിയാട്ടി ഇടുന്നേ ഡ്രോൺ പോണായിരുന്നു അല്ലേ, നല്ല ഡ്രോണ്. അന്ന് നമ്മൾ വന്നപ്പോ ടോപ്പ് സ്റ്റേഷൻ പോയിരുന്നു അഞ്ചു ഇല്ല അല്ലേ. നമ്മള് കുണ്ടള ഡാമിൽ നിന്ന് റിട്ടേൺ പോയത് അല്ലേ, വന്നിട്ട് കാരണം റോഡ് ഭയങ്കര പോക്കായിരുന്നു. ദൂരെ കൂടുതലാണ്, ഒന്നും കാണാനില്ല. സ്റ്റേഷന്റെ മുകളിൽ കയറിയാലേ പറഞ്ഞവര് മീഡിയ ആണോ ശരി തന്നെ, മീഡിയാസ് മറ്റേ പോലീസിന്റെ റൈറ്റ്സ് ഇല്ല. അല്ല, വീതി പലർത്തുന്ന റോഡാണ്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ ഡ്രൈവർ വണ്ടീൻ്റെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം എത്ര ആൾക്കാരെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഒരു ടീ ഷോപ്പുണ്ട്, അടിപൊളി. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു. ചെക്ക് പോസ്റ്റിൽ 8 കിലോമീറ്റർ ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റിൽ എവിടെയും നിർത്താൻ പാടില്ല. വേറെ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞേക്ക്? നാളെ രാവിലെ 6 മണിക്ക് ശേഷം. ഇപ്പൊ രാത്രി എത്ര മണിക്കാ ക്ലോസ് ചെയ്യാ? 6 മണിക്ക്. ആ, അത് റിസോർട്ട് ബുക്ക് ചെയ്ത് കാണിക്കേണ്ടി വരാ. ഉണ്ടാ കുറച്ച് മുന്നോട്ട് പോയിട്ട് മറ്റേ ഒരു കവയെത്തും. പക്ഷെ ഒരു 6 മണി ടൈം പുൽമേട്ടിൽ പ്രവേശിക്കരുത്. 6 മണി ടൈമിലാണ് ചിക്കോടെ ഉണ്ടോ ഗ്രാസ്ലാൻഡ്. നീ ഫോട്ടോ എടുത്തില്ലേ? ഗാർഡ് ഉണ്ടടാ ഇവിടെ. ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, ചെക്കിങ് ഉണ്ട്. സീറ്റ് വെച്ചിട്ടാ റൂമുണ്ട്. അതിലെ റൈഡേഴ്സ് ഫോറസ്റ്റ് കഴിഞ്ഞാ പാമ്പാടം ഷോള നാഷണൽ പാർക്ക് അതിന്റെ ഓഫീസ് ചെയ്ത്. നിർത്താൻ പാടുന്ന ഭക്ഷണം ഇതിലെയാ പോണു വെച്ചിനാ.
ചുരുടി വന്നു 45 ഇരിങ്ങാലക്കുടിയാ. ഇരിങ്ങാലക്കുടി ചാലക്കുടിയാ. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. വട്ടവട കൊവിലൂർ പാലസ്. കൊവിലൂർ പാലസിലേക്ക് വരാൻ വേണ്ടിയിട്ട് താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്കൊരു വലിയ കയറ്റം കയറിയിട്ട് നടന്നു വരണം. അപ്പോഴത്തേക്ക് ടയേർഡാവും. അപ്പോൾ റിസോർട്ടിൻ്റെ നമുക്ക് ഉള്ളിൽ കാണിക്കുന്നതിന് മുമ്പ് റിസോർട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. പുറത്ത് ഉള്ള വ്യൂ. ഞങ്ങളുടെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. സേഫാണെന്ന് അവർ പറഞ്ഞത്. ഇവിടെ നമുക്ക് നോക്കാം. ഇതാണ് ഫ്രണ്ടിൽ ഉള്ള മല. ഇത് വട്ടവട ടൗണിൻ്റെ ഭാഗങ്ങൾ. ഇത് വരുന്നത് വട്ടവട പഞ്ചായത്ത് ഓഫീസായത്. പഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ മുന്നിലായിട്ട് ഇവിടെ വേറെയും റിസോർട്ടുകളുണ്ട്. ഇതാണ് റിസോർട്ടിൻ്റെ റൂം. കയറുന്ന ഫസ്റ്റ് ഇതിൽ തന്നെ ഒരു കിച്ചൺ സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഏരിയ TV ഉണ്ട്. ഇതൊരു റൂം. ഇത് ബാത്റൂം. അത്യാവശ്യം നീറ്റായിട്ടുള്ള ബാത്റൂം. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് റൂം. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അവിടെ ഇത് പിന്നെ ഇവിടെയും ഒരു റൂമുണ്ട്. 3 റൂം. ഇത് വെച്ചാൽ നമ്മൾ ഒരു ഗസ്റ്റിനെ മാത്രമേ ഇവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. കൂടുതൽ ഇതിപ്പോൾ നമ്മൾ 5 പേരെ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ വേറെ ആളെ എടുക്കില്ല. ഇവിടെ 2 മ്യൂസിക് സിസ്റ്റം ഉണ്ട്. 2 നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സന്ദീപ് വന്നു. ഇങ്ങനൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇങ്ങോട്ട് നടന്നു പോയി ആക്സസ് ചെയ്ത് ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു ചെറിയ ഇവിടെ ഇരുന്ന് ഇരിക്കാനുള്ളൊരു സ്പേസ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ലിക്കർ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അറേഞ്ച് ചെയ്യാം. ഇവിടെയും മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പിന്നെ ബാർബിക്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റ് ചെയ്യും. ബാർബിക്യൂ ഇവിടെയാണ്. അപ്പം അങ്ങനെ ഒരു അത്യാവശ്യം നല്ല റിസോർട്ടാണ്. ഞങ്ങൾക്കിപ്പം 5000 ആണ് നമ്മളിപ്പം ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഫുഡ് എക്സ്ട്രാ. കിച്ചൺ ഇവിടെ ഉണ്ട്. പക്ഷേ കിച്ചണിൽ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് 500 എക്സ്ട്രാ കൊടുക്കണം. പിന്നെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്താൽ അവരിവിടെ ഇതാണ് റിസോർട്ടിൻ്റെ അവസ്ഥ. അതിൻ്റെ അകത്ത് ഏറ്റവും സൂപ്പറായിട്ടുള്ളത് ഈ വ്യൂ ആണ്. ഇവിടെ വൈകുന്നേരം ഇവിടെ ഈ സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ. സുശി ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. പക്ഷെ നമുക്കൊന്ന് വട്ടവട ടൗണിലേക്ക് നമ്മൾ റിസോർട്ടിൽ വന്നത് കുറേ നടക്കാനുണ്ട്. നമുക്കൊന്ന് താഴെ പോയി നോക്കാം. ഓ, നീ ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ. നല്ല ഇരുട്ടാണ്. നമ്മളൊന്ന് താഴെ കടയെല്ലാം പോയി ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ സ്നാക്സൊക്കെ. ഫുഡ് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നടക്കാൻ ഒരു നല്ല വൈബാണ്. ഇവിടെ സ്റ്റീപ്പ് ഇറക്കാം. വട്ടവട ടൗണ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ രാത്രി. ഇതൊക്കെയാണ് ഒരു കുഞ്ഞ് ടൗണാണ്. നമ്മളൊരു കുഞ്ഞ് ടൗൺ എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞ് ഗ്രാമം. നല്ല രസമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ചെറിയ കടകൾ പോലെയുള്ള ചെറിയ കടകൾ എല്ലായിട്ട്, ചെറിയ വീടുകളും നല്ല രസമുള്ളൊരു നല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 20 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ടെമ്പറേച്ചർ. നല്ല രസമുണ്ട്. ഇവിടെ ഇപ്പം ATM ഉള്ളത് ഇസാഫ് ബാങ്കിൻ്റെ ഒരു ATM ഉണ്ട്. ബാങ്ക് ബ്രാഞ്ചും ഉണ്ട്, ഒരു ATM ഉണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു. പിന്നെ വേറെ ഏതെങ്കിലും ഇതുണ്ടോയെന്ന് കറക്റ്റ് അറിയില്ല. ഇതൊരു കോവിലാണ്. ഇവിടെ ഇങ്ങനെ ഭക്തിഗാനം ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല രസം.
ഭയങ്കര ആംബിയൻസ്. ഇവിടുന്ന് പാട്ട് ഇത് എവിടുന്ന പാട്ട് നമ്മളെ റിസോർട്ടിൽ നല്ല ഭംഗിയിൽ കേൾക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വന്ന് നാട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. വട്ടവട ഇവിടെ എത്തുന്നത് വരെ എൻ്റെ മനസ്സിൽ ഇതൊരു തമിഴ്നാട്ടിലാണെന്നുള്ള ഒരു ധാരണയായിരുന്നു. പക്ഷേ ഇപ്പോഴിവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇത് കേരളത്തിൻ്റെ ഭാഗം തന്നെയാണെന്നാണ്. ഇത്രയും കാലത്തെ തെറ്റിദ്ധാരണകൾ മാറിയത് ഇവിടെ നിന്നാണ്. പക്ഷേ ഇവിടെ ഒരു തമിഴ് ഗ്രാമത്തിൻ്റെ എല്ലാ ഒരു ഇത് തന്നെയാണ്. കുറേ ആൾക്കാർ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ തമിഴ് സ്റ്റൈൽ തന്നെയാണ്. നല്ല ഒരു ഇവിടെ എന്താണ് ഇവിടെ വന്ന് ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കുക, എല്ലാം ഇത് ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അല്ലാതെ ഇവിടെ കാണാനൊന്നും വലിയ ഒരു ഇതില്ല എന്നാണ് തോന്നുന്നത് എനിക്ക്. ക്ലൈമറ്റ് തന്നെ, ക്ലൈമറ്റും ഈ ഒരു കുട്ടി ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയും. നാളെ രാവിലെ നമുക്ക് എന്തായാലും ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളിലേക്കും അവിടത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. നല്ലൊരു ഇതിൽ എൻ്റെ മുന്നിൽ നടക്കുന്നത് സുഷിയാണ്. സുഷി ഇങ്ങനെ നടന്ന് പോവുകയാണ്. ദേവികുളം പോലീസ് സ്റ്റേഷൻ. പക്ഷേ ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഉണ്ട്, അവിടെ ഒരു ASIയും കാര്യമൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു ഇവിടുന്ന് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. ഇവിടുന്ന് വേറെ ഏത് വഴിയിലേക്കും നമുക്ക് പോകാനുള്ളൊരു ഓപ്ഷനില്ല. നമ്മളെ ചെക്ക് പോസ്റ്റ് അടക്കും. ചെക്ക് പോസ്റ്റ് 6 മണിക്ക് അടക്കും. ഇനി നാളെ രാവിലെ 6 മണിക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഇത്. ഐസൊലേറ്റഡായി രാത്രി, പിന്നെ രാവിലെ തിരിച്ചു പോകാൻ വേണ്ടി പറ്റും. മെയിൻലി എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത് ജീപ്പാണ്. ജീപ്പിലാണ് എല്ലാ പരിപാടിയും. അല്ലാതെ ബാർബർ ഷോപ്പ് ഉണ്ട്, നല്ലൊരു ബാർബർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ ഹോട്ടൽസ് ഉണ്ട്. നമ്മൾ റിസോർട്ടിൽ കിച്ചണില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി. അവരിതേപോലെ ഭക്ഷണം ഏതോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്ന ആളോട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെവിടെ ചിക്കൻ ഉണ്ട്, ചിക്കൻ ഷോപ്പുണ്ട്, ചാർക്കോളുണ്ട്, എല്ലാ സാധനങ്ങളും അവൈലബിളാണ്. കുറേ റിസോർട്ടുകളുണ്ട് ഇവിടെ. ആ റിസോർട്ടുകളിൽ ഹോട്ടൽസും ഉണ്ട്. ഭക്ഷണത്തിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു കുട്ടി ഗ്രാമം, നല്ല തണുപ്പും കുട്ടി ഗ്രാമം. അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്ന് ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കുക, ഈ ഒരു ശാന്തതയും. ഈ ശാന്തത നമുക്ക് വാഗമണ്ണിൽ പോയാലോ മൂന്നാറിലോ ഒന്നും കിട്ടില്ല. ഇത് ഇവിടെ തന്നെ കിട്ടുള്ളൂ. റിസർവ് ബാങ്കിൻ്റെ ATM മാത്രമല്ല, കേരള ബാങ്കിൻ്റെ ഒരു ATM കൂടിയുണ്ട്. പക്ഷേ കേരള ബാങ്കിൻ്റെ ATM ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ ATM ഉണ്ട്, പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. അതിൽ ഇതങ്ങനെ പല സ്ഥലങ്ങളും ഇങ്ങനെ ലൈറ്റ് ഉണ്ട്, പക്ഷെ ഒരു നിശബ്ദത. കാടിൻ്റെ ശബ്ദങ്ങളില്ലേ, ചീവീടും പിന്നെ വേറെ കാടിലെ ചില ഇതൊക്കെ ആയിട്ടുള്ള അതിൻ്റെയൊക്കെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദം കേൾക്കാനില്ല. ഒരു ഹോൺ അടിയുടെയോ ഒരു വണ്ടി പോകുന്നതോ അങ്ങനെയുള്ള ഒരു ശബ്ദമില്ല. എനിക്ക് ഇങ്ങനെയുള്ളൊരു സൈലൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ മൂന്നാർ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള വട്ടവട ഉള്ള സ്ഥലത്ത് വന്ന് സ്റ്റേ ചെയ്യുന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ബാക്കി വട്ടവടയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ നമുക്ക് വട്ടവട മൂന്നാർ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.